ഫ്രണ്ട്സ്, ഇന്നപ്പോൾ നമുക്ക് 10 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ്സ് ഉണ്ടാക്കിയല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഈ നെയ്യ് ചൂടായിട്ട് അതിലേക്ക് അണ്ടി, കിസ്മിസ് ഇവ വറുത്ത് കോരുക. നല്ല ടേസ്റ്റ് ആട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ഇത് വറുത്ത് ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇനി ഇതേ പാനിലേക്ക് തന്നെ നമ്മൾ സേമിയ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് വറുത്തെടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അതിനാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും. ഇനി സേമിയ നന്നായി വറവായപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുത്തു കേട്ടോ. കുറച്ച് നമ്മൾ ബാക്കിയാക്കി വെക്കുന്നുണ്ട് കസ്റ്റാർഡ് പൊടിയിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കുപ്പി ഞാൻ ഇപ്പോൾ വാങ്ങിച്ചതാട്ടോ. ഇതിൽ നിന്ന് 2 സ്പൂണ് കസ്റ്റാർഡ് പൗഡർ എടുത്ത് ആ ബാക്കിയുള്ള പാൽ കലക്കിയെടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക കേട്ടോ. ഈ സേമിയ നന്നായിട്ട് വെന്ത് കുറുകി വരുമ്പോഴാണ് നമുക്ക് ഈ കസ്റ്റാർഡ് മിൽക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് ഞാനൊരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തു. മധുരം നോക്കുമ്പോൾ ഒരു ഇച്ചിരി കുറവാട്ടോ. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാര ഏലക്കയും കൂടി കൂട്ടി പൊടിച്ച് വെച്ചത് 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചേർത്ത് വെച്ചിട്ടുള്ള കസ്റ്റാർഡ് പൊടി മിൽക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി അത്യാവശ്യം വെന്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടി കിസ്മിസ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സ്വീറ്റ്സ് റെഡി ആയിട്ടോ. ഇതുപോലെ ഒരു പാത്രത്തിൽ വിളമ്പി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ബായ്.